ചായ അല്ല, മൊത്തം കുടിച്ചു. മോരുമുള്ളോ കുടി, മൊത്തം കുടിച്ചോ കേട്ടോ. മൊത്തം കുടിക്ക്. കാന്താറ്റൊക്കെ ഇട്ട് നല്ല മോരുമുള്ളോ കുടി കേട്ടോ. കൂട്ടാൻ തോന്നൊന്നുമില്ല. ചോറും പുളിശ്ശേരിയും മീൻ വറുത്തതും അച്ചാറേ ഉള്ളൂ. നീ കുട്ടരൊക്കെ പോകണമായിരുന്നു. എന്നാൽ രാത്രി പൂച്ചാണ്ടി നമ്മുടെ കയ്യിൽ ചെറുതായിട്ടൊന്ന് മാന്തിയായിരുന്നു. അപ്പം അങ്ങനെ പുറകിൽ വന്നു നമ്മുടെ. അങ്ങനെ ഇപ്പം ഇഞ്ചക്ഷൻ എടുക്കാൻ പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊട്ടാരക്കര. ഇഞ്ചക്ഷൻ എടുത്തു വന്നു. ഇതിനിടയ്ക്ക് മീനും മേടിച്ചുകൊണ്ടാണ് വന്നത്. എൻ്റെ തന്നെ കൂട്ടാണെന്ന് മിക്ക സമയം കിട്ടിയില്ല. 2 ഇഞ്ചക്ഷനുണ്ട്. നേരത്തെ ഞാൻ 4 എടുത്തോണ്ട് ഈ 2 ഉള്ളു എടുക്കാൻ. കഴിച്ചാട്ടെ അച്ഛൻ കഴിക്ക്. ഒരു മുട്ട പുളിശ്ശേരിയും വെച്ചു. വീട്ടിൽ മീൻ വറുത്ത് മീൻ കറി വെച്ചില്ല. പിന്നെ മാങ്ങ മേടിച്ചിരുന്നു, അച്ഛൻ വെച്ചു. നമ്മുടെ എൻ്റെ ഒരു സുഹൃത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ താരം അജയൻ. അദ്ദേഹം ഇപ്പം കുട്ടികളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സീനിയർ ക്ലർക്കാണ്. അപ്പം അജയനെ ഞാൻ വിളിച്ചു പറഞ്ഞു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൂച്ചാണ്ടിയുടെ മാന്ത് കിട്ടാറുണ്ട്. ഇഞ്ചക്ഷൻ എടുക്കും. ഉറങ്ങല്ലേ, കഴിക്കും. അത് മാങ്ങയാ, ഇപ്പം ഇട്ടേ ഉള്ളൂ. നല്ല മാങ്ങയാ, നാട്ടുമാങ്ങ കിട്ടി. 1 കിലോ 120 വരും. ആ മാങ്ങ മേടിച്ച് ഉപ്പിലിട്ടു. പിന്നെ ചെങ്ങമ്മയുടെ 1 കിലോ മീൻ മേടിച്ചു. ഏത്തക്ക കൊഴുവ അങ്ങനെ കണ്ടാ പറയുന്നത്. അത് കറി വെച്ചില്ല, സമയമില്ല. ഞാൻ വന്നപ്പോഴേക്ക് 12 പിന്നെ നേരെ എടുത്ത് വറുത്തു. ചോറ് ഇന്നലത്തെ ചോറ് കൂറ്റിയിട്ട് പിന്നെ കുഞ്ഞുമഴ അവിടുന്ന് ചോറ് എടുത്തോണ്ട് വെച്ചാലും ബാക്കി ഇവിടെ നിന്ന് ചോറ് പൂച്ച സാധനം ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തു. ഞങ്ങൾക്ക് കുഞ്ഞുമഴ അവിടുന്ന് കുറച്ച് ചോറ് കുഞ്ഞുമഴ കറി ഞാൻ ഇവിടെ വെച്ചു. അത് പുളിശ്ശേരിയും അച്ചാറും മീൻ വറുത്തു. ആ മീനും കൂടി ബാക്കിയുള്ള എടുത്ത് കഴിക്കണം കേട്ടോ. അതും ചോറെടുത്തു. മീനും കൂടെ എടുത്തു. മീനൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ. മീനൊക്കെ എടുത്ത് കഴിച്ചു. അങ്ങനെ അച്ഛൻ ചോറെല്ലാം കഴിച്ച് ഇതായി. മീനൊക്കെ അച്ഛൻ മൊത്തം എടുത്ത് കഴിച്ചു. ഇല്ലാച്ചാ ഓക്കെ 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 ഓക്കെ. അച്ഛൻ്റെ ചാപ്പാട് ഉച്ചക്കലത്തെ കഴിഞ്ഞു. അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ ശരി.